ഈ അടുത്ത കാലത്തായി ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് താനും. ഇതേക്കുറിച്ച് മുമ്പും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. ആ വീഡിയോയുടെ തുടർച്ചയായാണ് ഈ വീഡിയോയും ചെയ്യുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ നാട്ടിലും ഇനി സ്കോച്ചും ബ്രിട്ടീഷ് നിർമ്മിത കാറുകളും മെഡിസിനുമൊക്കെ ലഭ്യമായി തുടങ്ങും. അതും മുൻപെങ്ങുമില്ലാത്ത വിലക്കുറവിൽ. ഇതിൻ്റെ കാരണവും വ്യാപാര കരാർ തന്നെ. ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ 90% രണ്ട് രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് വെറുമൊരു വ്യാപാര കരാർ മാത്രമല്ല, മറിച്ച് സാമ്പത്തികവും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള വിസ നിയമങ്ങളിലെ ഇളവുകളും എല്ലാം ഉൾപ്പെടും. അടുത്ത മാസം തന്നെ കരാർ പൂർത്തീകരിക്കാനാണ് രണ്ട് രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ഇതിനായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവർ ബ്രിട്ടീഷ് വ്യാപാര സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായും ചാൻസലർ റേച്ചൽ റീവ്സുമായും പ്രധാനമന്ത്രി കീർ സ്റ്റാമറുമായും ചർച്ചകൾ നടത്തിവരികയാണ്. 2022 ജനുവരി മുതൽ തുടങ്ങിയ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആഗോള വ്യാപാര സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കരാറിന് വലിയ പ്രാധാന്യമുണ്ട്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരു രാജ്യവുമായി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കരാറാണിത്. ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കോച്ചിനും ബ്രിട്ടീഷ് നിർമ്മിത കാറുകൾക്കുമുള്ള നികുതി കുറയ്ക്കുന്നതോടെ ഇറക്കുമതി കൂടുകയും ഇന്ത്യയിൽ ഉടനീളം യഥേഷ്ടമായി ലഭ്യമായി തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഇതുമാത്രമല്ല ഈ കരാറിലുള്ളത്. ഏകദേശം 4200 കോടിയോളം രൂപയുടെ വ്യാപാര പാക്കേജാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഇന്ത്യയിലേക്കുള്ള സ്റ്റീൽ, വളം എന്നിവയുടെ ഇറക്കുമതിക്കും തീരുവ കുറച്ചിട്ടുണ്ട്. കൂടാതെ ബ്രിട്ടനിൽ നിന്നുള്ള ബാങ്കുകളായ ബാർക്ലേസ്, HSBC എന്നിവ ഇന്ത്യയിലുടനീളം അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും കരാറായി. ബ്രിട്ടനിലെ പുതുതലമുറ ബാങ്കായ റവല്യൂട്ടിന് ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. മറ്റൊരു മണി എക്സ്ചേഞ്ച് കമ്പനിയായ വൈസും ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് ലൈസൻസ് നേടി. കൂടാതെ ഇൻഷുറൻസ് മേഖലയിലെ പ്രമുഖരായ പ്രൊഡൻഷ്യൽ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സേവന കേന്ദ്രം ബാംഗ്ലൂരിൽ ആരംഭിക്കും. പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിനും തീരുമാനമെടുത്തു. ഇതിനെല്ലാം പുറമെയാണ് ബ്രിട്ടനിലെ ഒരു സർവകലാശാല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് നേടിയത്. ബ്രിട്ടനിലെ പ്രശസ്തമായ കൊവൻട്രി സർവകലാശാലയാണ് ഇന്ത്യയിൽ അടുത്ത് തന്നെ ക്യാമ്പസ് തുടങ്ങാൻ പോകുന്നത്. ഇനി UK യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായി ലക്ഷങ്ങൾ ചെലവാക്കി UK പോകണ്ട എന്നർത്ഥം. ഇതിനൊക്കെ പകരമായി ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്ക് UK പ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസുകളും അനുമതിയും ഈ കരാറിലൂടെ കൈവന്നു. ഇന്ത്യയിൽ നിന്നുള്ള WNS, പേടിഎം തുടങ്ങി നിരവധി കമ്പനികളാണ് തങ്ങളുടെ ബിസിനസ് ബ്രിട്ടനിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനു പുറമെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ത്യൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നൂലാമാലകളും ലഘൂകരിച്ചു. ഇപ്പോൾ തന്നെ വാണിജ്യ വ്യവസായ രംഗത്ത് ഇന്ത്യക്ക് പുതിയ വഴികളും അവസരങ്ങളുമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള കമ്പനികളൊന്നും ഇനി ചൈനയിൽ നിക്ഷേപിക്കാനോ പ്രവർത്തനം നടത്താനോ താൽപ്പര്യം കാണിച്ചു എന്ന് വരില്ല. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് ഇതിന് കാരണം. ഇപ്പോൾ തന്നെ 125% നികുതിയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ചുമത്തിയിരിക്കുന്നത്. നിലവിൽ പല അമേരിക്കൻ കമ്പനികളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി ചൈനയ്ക്കൊപ്പം ഇന്ത്യയും പരിഗണിച്ചു വരികയാണ്. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അമേരിക്കൻ കമ്പനികളെല്ലാം തന്നെ ചൈനയെ വിട്ട് കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. എന്തൊക്കെയായാലും ആഗോള സാമ്പത്തിക വ്യാവസായിക രംഗത്തുണ്ടാകുന്ന മാറ്റം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്ക് അനുകൂലമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.